ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നാഷണൽ തെർമൽ കോർപ്പറേഷൻ NTPCയിലേക്ക് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. പ്രത്യേകിച്ചും ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിന് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണം. 10 വർഷത്തെ എക്സ്പീരിയൻസ് NTPC ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് NTPC പുറത്തിറങ്ങിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ഈ കാണുന്നതാണ് NTPC പുറത്തിറങ്ങിയ നോട്ടിഫിക്കേഷൻ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിൽ പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്ന തസ്തികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മാനേജർ എന്ന തസ്തികയിലാണ് പോസ്റ്റ് വരുന്നത്. ഡെപ്യൂട്ടി മാനേജർ ഇൻ ഇലക്ട്രിക്കൽ സെക്ഷൻ, ഇലക്ട്രിക് ഇറക്ഷൻ സെക്ഷനാണ് ഒന്ന്. മറ്റൊന്ന് ഡെപ്യൂട്ടി മാനേജർ ഇൻ മെക്കാനിക്കൽ ഇറക്ഷൻ സെക്ഷനാണ്. മറ്റൊന്ന് ഡെപ്യൂട്ടി മാനേജർ C&E ഇറക്ഷൻ സെക്ഷനാണ്. മറ്റൊന്ന് ഡെപ്യൂട്ടി മാനേജർ സിവിൽ കൺസ്ട്രക്ഷൻ. ഈ ഒരു മേഖലകൾ, അങ്ങനെ 4 തസ്തികകളിലാണ് പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ 4 തസ്തികകളുടെയും യോഗ്യത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അതാത് വിഷയങ്ങൾ, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിടെക് അല്ലെങ്കിൽ BE ഡിഗ്രി 60% മാർക്കോട് കൂടി നേടിയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ യോഗ്യത. അതായത് 60% കുറയാത്ത മാർക്കോട് കൂടി ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സിവിൽ, ഈ പറയുന്ന നിർദ്ദിഷ്ട മേഖലകളിലെ കൺസേൺഡ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മാനദണ്ഡം. മാത്രമല്ല 10 വർഷത്തിൽ കുറയാത്ത യോഗ്യത ഉണ്ടായിരിക്കണം. അത് പൊതുമേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ഉള്ളതായിരിക്കണം. മാത്രമല്ല യോഗ്യതകളെ പറ്റി വ്യക്തമായിട്ട് NTPC പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജോലി ചെയ്തിരുന്ന മേഖലകളെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു മേഖലകളിൽ തന്നെ നിങ്ങൾക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു തസ്തികയിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പേ സ്കെയിൽ വളരെ കൂടുതലാണ്. ഏതാണ്ട് 70,000 മുതൽ 2 ലക്ഷം വരെ ഗ്രേഡ് പേ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 40 വയസ്സാണ്. 40 വയസ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാം. അതായത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലാവുന്നതാണ്. 40 വയസ്സ് വരെ ആണ്. മാത്രമല്ല ഇത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് നിയമാനുസൃതമായ ഏജ് ഇളവുകൾ കൺസേൺഡ് ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇറക്ഷനിൽ 45, മെക്കാനിക്കൽ ഇറക്ഷനിൽ 95, C&I ഇറക്ഷനിൽ 35, സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ 75. ഇങ്ങനെയാണ് ഇതിന്റെ നിലവിലെ വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയാണ് നിയമനം കിട്ടുന്നത് ഉള്ളത് എടുത്തു പറയട്ടെ. അപ്പം ഇത് ഈ യോഗ്യത, നിർദ്ദിഷ്ട യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് തന്നെ NTPCയുടെ സൈറ്റിലുണ്ട്. അതിൽ വായിച്ചാൽ നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എന്ന്, അതായത് വിദ്യാഭ്യാസ യോഗ്യതയല്ല മറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് യോഗ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇത് അപേക്ഷിക്കുവാനുള്ള ഡേറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ടില്ല. 14/9/2024 മുതൽ 28/9/2024 വരെയാണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കുവാനുള്ള ഡേറ്റ്. അതായത് അവസാന ദിവസം എന്ന് പറയുന്നത് ഈ മാസം തന്നെ 28-ാം തീയതിയാണ്. അപ്പം വിൻഡോ ഓപ്പൺ ആയാൽ, അതായത് 14-ാം തീയതി വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അധിക ദിവസം നമുക്ക് കിട്ടില്ല എന്ന് തന്നെ ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഈ യോഗ്യതയുള്ളവർക്ക്, അതായത് BE BTECൽ ഈ ഒരു മേഖലകളിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് 60% മാർക്കും 10 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ ഉണ്ടെങ്കിൽ, അതായത് NTPC പറയുന്ന മേഖലകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് NTPC എന്നുള്ളത്. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.